നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് കേരളത്തിന്റെ ദേശീയ കോഴി പഴംപൊരി. ഒരു വെറൈറ്റി മോഡലിലുള്ള ഒരു പഴംപൊരിയാണ് ഞങ്ങളുടെ. ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു സ്പെഷ്യൽ ടേസ്റ്റോടുള്ള ഒരു പഴംപൊരി. ഒരു 3 തരത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. അതാണ് നമ്മളെ ഇന്നത്തെ അപ്പൊ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. ഇത് ദോശ ഉണ്ടാക്കുന്ന മാവാണ്. അതിൽ പച്ചരിയും കുറച്ച് ഉഴുന്നും പിന്നെ ചോറും ബാക്കി വന്ന ചോറും പിന്നെ നമ്മുടെ വെള്ളം കൂട്ടിയിട്ട് അരച്ചിട്ടുള്ളതാണ്. ഈ ഒരു കട്ടിയിൽ അരച്ചിട്ടുള്ളത് ആ ഒരു ദോശമാവ്. അപ്പം ഞാൻ ഈ ദോശമാവെന്ന് ഒരു 250 മില്ലി കപ്പ് ഇതിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇത് കുറച്ച് ഈസ്റ്റ് ഇടും ഇത് അരക്കുന്ന സമയത്ത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ അരച്ച് വെച്ചാൽ രാവിലത്തേക്ക് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് പൊന്തി വരും. അപ്പോൾ ആ ഒരു കപ്പ് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വെറും അരിയും ഉഴുന്നും മാത്രം, കുറച്ച് ചോറും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇടുന്നുണ്ട്. അത് നല്ലോണമായിട്ട് മിക്സ് ചെയ്യുക, ശരിക്കും മിക്സ് ചെയ്യുക. അപ്പം അതിന് ഓരോ മാവിനും ഓരോ ടൈറ്റ് ആയിരിക്കും. ചിലപ്പോൾ സ്വല്പം കൂടി മൈദപ്പൊടി വേണ്ടി വരും. അപ്പം ഇതുപോലെ നല്ലോണമായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സിയിൽ പിന്നെ നമുക്കൊരു 1/4 മണിക്കൂർ എടുത്ത് വെക്കണം. അപ്പം അതിന് സ്വല്പം കൂടി വെള്ളം കൂട്ടിയിട്ടൊന്ന് ലൂസാക്കണ്ടോ, അല്ലാണ്ട് ടൈറ്റായി നിൽക്കുന്നുണ്ട്. അത് നിങ്ങളെ മാവിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം കൂട്ടിയാൽ മതി. ചിലപ്പോൾ കുറച്ച് ലൂസ് മാവാണെങ്കിൽ വെള്ളം കൂട്ടേണ്ടി വരില്ല. അപ്പം ഇതുപോലെ നല്ലോണം അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു പരുവത്തിൽ അതാക്കി വെക്കുക. ഇതിന് കുറച്ചൊരു നമുക്കൊരു മധുരം കൊടുക്കണം. അപ്പോൾ അതിന് നമുക്കൊരു പഞ്ചസാര ഇതിലേക്ക് ഇടണം. അപ്പം അതിന് മാവിന് ചെറിയൊരു മധുരം കിട്ടുക. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കി നോക്കുന്നുണ്ട്. മധുരം കുറവുണ്ടെങ്കിൽ സ്വല്പം കുറച്ച് ഇടണം. ഒരു നുള്ള് ഉപ്പ് ഇടുക. നല്ലോണം മിക്സ് ചെയ്യുക. അപ്പം മധുരം നോക്കിയിട്ടുണ്ട്. അപ്പം മധുരം കുറച്ച് കുറവുണ്ട്. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട്, പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെക്കാം. നമുക്ക് ഇതൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നുള്ളു. ഇത് തേങ്ങയുടെ പാലെടുത്തിട്ടുള്ള അതിൻ്റെ ആ പീരിയാണ്. അതിനൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് എടുത്താണ്. അധികം വറവില്ലാണ്ട് കുറഞ്ഞ വറവിൽ മാത്രം എടുത്താണത്. നമ്മളെ മാവ് ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി വല്ലാണ്ട് ലൂസാണെങ്കിൽ സ്വല്പം കൂടി മൈദപ്പൊടി ഇട്ടാൽ മതി. നമ്മളെ നേന്ത്രപ്പഴം നല്ലോണം പഴുത്ത വേണമെന്നില്ല, ഒരു 3/4 പഴുത്തത് അതാണ് നല്ലത്. അപ്പം ഞാൻ ഇതിനെ മുറിച്ചിട്ട് അതിൻ്റെ പഴംപൊരി പല മോഡൽ നമുക്ക് ഉണ്ടാക്കാം. ഇതിനെ ഞാനിനി ഹാഫാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൻ്റെ അറ്റൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഹാഫ് എടുത്തിട്ട് ഈ ഹാഫിനെ പിന്നെ ഇനി 4 പീസാക്കും. നമ്മൾ നൈസായിട്ടല്ല, വേറെ മോഡലാണ്. അങ്ങനെ നൈസായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതേപോലെ നേരെ ഹാഫ് മുറിക്കുക. നേരെ ഹാഫ് മുറിച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും ഇതിനെ നേരെ ഹാഫ് മുറിക്കുക. ഈ ഒരു ടൈപ്പിൽ. അപ്പം അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സാധാരണ നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന ആ പഴംപൊരി പോലെ ഇങ്ങനെ നൈസായിട്ടുള്ളത്. എനിക്ക് പൊതുവേ പഴംപൊരി വലിയ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. എനിക്ക് എരിവിൻ്റെ ഐറ്റംസ് ആണ് ഇഷ്ടം. ഇത് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെ കെട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പഴംപൊരി. അപ്പൊ അതും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതേ ഒരു കനത്തിൽ മതി. ഇനി നമ്മുടെ സാധാരണ നമ്മുടെ ബനാന ചിപ്സ് മുറിക്കുന്ന അതേ ലെവലിൽ കുറച്ച് കട്ടിയിൽ, അധികം നൈസാവരുത്, ഈ ഒരു കട്ടിയിൽ ഇതേപോലെ അങ്ങനെ മുറിക്കുക. അത് ഞാനൊരു പ്ലേറ്റ്, അങ്ങനെ 3 സൈസിലാണ് ഇപ്പൊ പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത്. 3 പ്ലേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് അതിൽ പാർന്നിട്ടുള്ളത്. നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ആദ്യം ജസ്റ്റ് മുക്കി പൊരിക്കുന്ന ഒരു സാധാരണ നമ്മൾ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് 4 പീസാക്കിയിട്ട് മുറിച്ചിട്ടുള്ള ആ ഒരു കുറച്ച് കട്ടിയിട്ടുള്ള ട്രയാങ്കിൾ മോഡലായിരിക്കും അതിന്റെ ഷേപ്പ് ഉണ്ടാകുക. മറ്റേത് ഇങ്ങനെ റെക്ടാങ്കിൾ മോഡൽ ഉണ്ടാകുക. ഇത് നേരെ എണ്ണയിലേക്ക് ഇട്ടിട്ട്
ചൂടായിരിക്കുന്നു നോക്കണം. അപ്പൊ റെഡിയാണ്. അപ്പൊ ഞാനിതിനെ ഇട്ടിട്ട് പൊരിക്കാൻ പോണ്. ചൂടൊന്ന് ഇതിലിട്ട് കഴിഞ്ഞ ശേഷം പിന്നെ ഒന്ന് ചൂട് കുറക്കണം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ അത് ഒട്ടിപ്പിടിക്കുന്ന നോക്കണം രണ്ടും തമ്മിൽ. അങ്ങനെ നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾ പൊരിക്കുക. അപ്പൊ ഒരു കളർ ചേഞ്ച് ഇങ്ങനെ വരും. അപ്പൊ കളർ ചേഞ്ച് വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിടുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാവും. അധികം വേവിന്റെ ആവശ്യമൊന്നും ഇല്ല ഇതിന്. ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് ടേബിൾ സ്പൂൺ കൊണ്ടോ ഒക്കെ ആയിരിക്കും നന്നാവുക മറിച്ചിടാൻ. അപ്പൊ അതിങ്ങനെ ആക്കിയിട്ട് ഒരു ഭാഗം കളർ ചേഞ്ച് മാറിയുണ്ടല്ലേ, ഇനി ഇതേപോലെ മറ്റേ ഭാഗം കളർ ചേഞ്ച് വന്ന ശേഷം പിന്നെ നമുക്കത് അങ്ങോട്ടേക്ക് കോരിയെടുക്കാം. ഏകദേശം നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഞാനിനി കോരിയെടുക്കുന്നുണ്ട്. ഇനി നമ്മളെ അടുത്ത സെക്ഷൻ തേങ്ങാപ്പീരയിൽ മുക്കിയിട്ട്, അപ്പൊ അതേപോലെ ഇതിൽ മുക്കിയിട്ട് ജസ്റ്റ് അതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇത് മൂടുക. ഇതുപോലെ ആക്കിയിട്ട് അത് ഇതേപോലെ നല്ല ചൂടെണ്ണയിൽ നേരത്തെ പൊരിച്ച് അതേ ടൈപ്പിൽ തന്നെ പൊരിക്കുക. തേങ്ങാപ്പീര ഉണ്ട്, അപ്പൊ കരിയിന് ശ്രദ്ധിക്കണം, ഓവർ ചൂടായി പോകരുത്. അപ്പൊ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. തേങ്ങാപ്പീര സെക്കൻഡ് ട്രിപ്പിലായിരിക്കണം പൊരിക്കേണ്ടത്, കാരണം ഇതിന് തേങ്ങാപ്പീര ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടും. അപ്പൊ ഇതിനൊരു കളർ ചേഞ്ച് വരും എണ്ണയ്ക്ക്. അപ്പൊ ഫസ്റ്റിൽ നമ്മൾ സാധാരണ പൊരിക്കാനുള്ളതൊക്കെ പൊരിച്ചു കഴിഞ്ഞ ശേഷം പൊരിക്കുകയാണ് ഏറ്റവും ഉത്തമം. അപ്പൊ ഇതുപോലെ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിടുക. അപ്പൊ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. 2 ഭാഗം മറിച്ചിടുക. ആ ഒരു കളർ ചേഞ്ച് വന്ന ശേഷമുള്ള നമുക്കിത് എടുക്കാൻ പറ്റുക. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. അങ്ങോട്ട് മാറ്റിയൊക്കെ ഒരു അത്ര കണ്ട് ഫിനിഷിങ് പോലെ ഒക്കെ തോന്നുന്നില്ല, പക്ഷെ നല്ല കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ സംഭവം. ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, തേങ്ങയുടെ പാലെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ പൊരിക്കുന്ന അതേ ലെവലിൽ തന്നെ പൊരിച്ചെടുക്കുക. തേങ്ങന്റെ ആ പീര ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാണെങ്കിൽ തന്നെ ഒന്ന് തണുത്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഇങ്ങനെ സ്വല്പം ഒന്ന് വറുത്തെടുത്താൽ മതി, ഒരു തണുപ്പൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ പൊരിച്ചെടുക്കുക. അപ്പൊ ഇതേപോലെ പഴംപൊരി നമ്മുടെ കേരളത്തിന്റെ ദേശീയ പൊരിയാണല്ലോ പഴംപൊരി. കംപ്ലീറ്റ് എല്ലാ ഭാഗവും മറിച്ചിട്ടിട്ട് ഇതും ഇതുപോലെ കോരിയെടുക്കുക. സംഭവം റെഡി ആയിട്ടുണ്ട്. ആ വൈറ്റ് കളറൊക്കെ പോയി കഴിഞ്ഞ ശേഷം അത് കംപ്ലീറ്റ് കോരിയെടുക്കുക. ഈ തേങ്ങാപ്പീരക്ക് പകരം ഈ തേങ്ങാപ്പീരന്റെ അതേ മോഡൽ തന്നെ വാങ്ങാൻ കിട്ടും. തേങ്ങാപ്പാൽ വിത്ത് തേങ്ങാപ്പാലുള്ളത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും, അതും പറ്റും, കുഴപ്പമില്ല. അത് വേറൊരു ടേസ്റ്റാണ്, ഇത് വേറെ ടേസ്റ്റാണ്. അപ്പൊ ഇതേപോലെ ഇപ്പൊ 3 ടൈപ്പിൽ ഞാൻ പൊരിച്ചിട്ടുണ്ട്. ഇതൊന്ന് അപ്പൊ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളും ഒക്കെ ഉണ്ട്. ഫുള്ളൊക്കെ നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അധികം പഴുക്കാത്ത പായിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.